മെറ്റാകോഗ്നിഷൻ. എന്താണ് മെറ്റാകോഗ്നിഷൻ? ഇംഗ്ലീഷിൽ അതിന് തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്നാണ് പറയുക. നമ്മളുടെ ചിന്തകളെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുക. വിച്ച് മീൻസ് നിങ്ങളുടെ ചിന്തകളെ പറ്റി ഓവർ തിങ്ക് ചെയ്ത് പ്രോബ്ലം ആവുന്ന സിറ്റുവേഷൻ അല്ല പറയുന്നത്. പകരം നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്ന ആക്ടിവിറ്റി, നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കംപ്ലീറ്റ് പ്രോസസ്സിലേക്ക് നമ്മളുടെ അവയർനെസ് ബ്രിങ് ചെയ്യുന്ന പരിപാടിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുക. എല്ലാവർക്കും കണക്റ്റ് ആവുന്ന സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസ് കാണുമ്പോഴോ ഫേസ്ബുക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഇല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സ് സ്വൈപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്നത് എന്ത് കണ്ടൻറ്റാണ് നമ്മൾ നെക്സ്റ്റ് വാച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒരു ഷോർട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോർട്ട് വരും, അല്ലെങ്കിൽ ഒരു റീൽ കഴിഞ്ഞാൽ അടുത്ത റീൽ വരും. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോനനുസരിച്ച് സജഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഇമാജിൻ എ സിറ്റുവേഷൻ. ഇതാണ് നോർമൽ കേസ്. ഇതാണ് മെറ്റാകോഗ്നിഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ. ഇമാജിൻ എ സെക്കൻഡ് കേസ്. രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററി നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വീഡിയോസും കാണാൻ കഴിയില്ല. ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സെർച്ച് ബാർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു സിറ്റുവേഷനാണ് മെറ്റാകോഗ്നിഷൻ. ബിക്കോസ് നിങ്ങൾ യൂട്യൂബ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് എന്ത് വീഡിയോ ഇന്ന് കാണണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓട്ടോ പൈലറ്റ് മോഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് വരുന്നത് പോലെയല്ല. യു ഹാവ് ടു ചൂസ്. എന്താണ് ഞാനിന്ന് കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഡാറ്റ, എന്താണ് ഞാനിന്ന് കൺസ്യൂം ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. ഇത് തന്നെയാണ് മെറ്റാകോഗ്നിഷൻ. നിങ്ങൾ ഓരോ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കംപ്ലീറ്റ്ലി നിങ്ങൾ അവെയർ ആവുകയാണ്. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടോണിലാണ്, ഈ പേസിലാണ്. സോ ഇത് വളരെ കൃത്യമായിട്ട് എൻ്റെ ഓഡിയൻസിന് മനസ്സിലാവണം എന്നുള്ള ചിന്ത കോൺസ്റ്റൻ്റ്ലി എൻ്റെ ലൂപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് വാട്ട് മെറ്റാകോഗ്നിഷൻ ഇസ്. ഈ മെറ്റാകോഗ്നിഷന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും യു വിൽ ഗെറ്റ് മോർ ക്ലാരിറ്റി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇമാജിൻ നിങ്ങൾ കുറച്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വർക്കിൽ റീജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ടാവും. ടാസ്ക് 1, 2, 3 ലിസ്റ്റ് ചെയ്തൊരു 5 ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പോൾ മെറ്റാകോഗ്നിഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ആക്ടിവിറ്റി എല്ലാം എനിക്ക് ചെയ്ത് തീർക്കാനാണ് എന്നുള്ള ഒരു പാനിക് അറ്റാക്ക് വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് മെറ്റാകോഗ്നിഷൻ ഇല്ലാത്ത അവസ്ഥ. പക്ഷേ മെറ്റാകോഗ്നിഷനോട് കൂടി നമ്മൾ ആ കാര്യത്തെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാസ്ക് നമ്പർ 1, 2, 3, 4, 5 എന്നുള്ളതിൽ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ലീവ് കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് ആ പ്രയോറിറ്റി നമ്പർ 1 ടാസ്ക് ആദ്യം ഫുള്ളി ഫോക്കസ് ചെയ്ത് ഫിനിഷ് ചെയ്യും. ദെൻ യു വിൽ മൂവ് ടു പ്രയോറിറ്റി നമ്പർ 2 അടുത്ത ടാസ്കിലേക്ക്. അങ്ങനെ പർട്ടിക്കുലർ ആക്ടിവിറ്റി നമുക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് ഡെവലപ്ഡ് മെറ്റാകോഗ്നിഷൻ വിത്തിൻ യുവർ സെൽഫ്. മെറ്റാകോഗ്നിഷൻ്റെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ഒരാൾ ക്രിട്ടിസൈസ് ചെയ്തു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായും നമുക്ക് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാനും ദേഷ്യം വരാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ മെറ്റാകോഗ്നിഷൻ ഇല്ലാത്ത ഒരു ഫേസിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അയാളുടെ അടുത്ത് അതേ ടോണിൽ ചിലപ്പോൾ ഒരു ദേഷ്യപ്പെട്ട മറുപടി കൊടുത്തേക്കാം. പക്ഷേ മെറ്റാകോഗ്നിഷൻ അച്ചീവ് ചെയ്ത ഒരാൾ ആ സിറ്റുവേഷനെ കുറച്ചുകൂടെ മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യും. എങ്ങനെയെങ്കിൽ അയാൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്ത കാര്യത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടോ, എന്തെങ്കിലും ഒരു പോയിൻ്റ് അവിടെ ഉണ്ടോ, എനിക്കതിൽ നിന്ന് എന്തെങ്കിലും ലേൺ ചെയ്യാനുണ്ടോ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഗ്രാസ്പ് ചെയ്യും. ഓക്കെ, അതെൻ്റെ കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്, എനിക്ക് എൻ്റെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരാനുള്ളൊരു കാര്യമാണ്, നമ്മളത് അനലൈസ് ചെയ്യും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് മെറ്റാകോഗ്നിഷൻ്റെ അഡാപ്റ്റീവ് ലേണിംഗ് ആണ്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇമാജിൻ യു ആർ റണ്ണിങ് എ ബിസിനസ് റൺ ചെയ്യുന്നു, നിങ്ങളൊരു സ്ട്രാറ്റജി എടുത്തു, ആ സ്ട്രാറ്റജി ഫെയിലിയറായി, അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. മെറ്റാകോഗ്നിഷൻ ഇല്ലാതെ നമ്മളതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ കംപ്ലീറ്റ്ലി വി വിൽ ബ്ലെയിം ഓൺ അവർ സെൽഫ്. ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് ഓവർ തിങ്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് ഇഫ് യു അനലൈസ് ഇറ്റ് വിത്ത് മെറ്റാകോഗ്നിഷൻ, നിങ്ങളെടുത്ത ആ തീരുമാനത്തിനെ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് ആ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാൽ, കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇനി അതല്ലാതെ കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ യു വിൽ മൂവ് ടു നെക്സ്റ്റ് സ്ട്രാറ്റജി. ഓക്കെ, ദിസ് ഹാപ്പൻഡ്, ഇതിവിടെ ഫെയിലിയർ സംഭവിച്ചു, യു ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ, ഐ എം ഗോയിങ് ടു അനലൈസ് ദിസ് വിത്ത് മെറ്റാകോഗ്നിഷൻ, ഐ എം ഗോയിങ് ടു മൂവ് ഫോർവേഡ്. ഈ ഒരു തോട്ട് പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുമ്പോൾ യു വിൽ ബി ഓൺ എ കണ്ടിന്യൂസ് അഡാപ്റ്റീവ് ലേണിംഗ് കർവ്. കണ്ടിന്യൂസ്ലി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. യു ആർ കോൺസ്റ്റൻ്റ്ലി ലേണിംഗ് ബിക്കോസ് യു ക്യാൻ ഓൺലി ലേൺ ഫ്രം മിസ്റ്റേക്സ്.
നിങ്ങൾ എത്രത്തോളം മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അഡാപ്റ്റീവ്ലി നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ദാറ്റ്സ് വാട്ട് മെറ്റാകോഗ്നിഷൻ സേസ്. നൗ ഐ എം ഗോയിങ് ടു ടെൽ യു എങ്ങനെ മെറ്റാകോഗ്നിഷൻ നിങ്ങളുടെ ക്യാരക്ടറിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ഫസ്റ്റ് തിങ് യു ക്യാൻ ഡൂ ഇസ് ദാറ്റ് സ്ലോ യുവർ സെൽഫ് ഡൗൺ, കാം ഡൗൺ. എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴും യു ഗിവ് എ 10 സെക്കൻഡ് പോസ്. എന്നിട്ട് ഞാനിപ്പോൾ ഈ എടുക്കുന്ന തീരുമാനം വളരെ ഇമ്പൾസീവായിട്ട് വരുന്ന ഇമോഷൻസിൻ്റെ പുറത്ത് എടുക്കുന്നതാണോ അതോ ലോജിക്കലി റാഷണലി ഞാൻ ഡിസൈഡ് ചെയ്യുന്നതാണോ എന്നുള്ളത് ആ 10 സെക്കൻഡ്സിൽ യു ഗീവ് എ തോട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ചിന്തകളെപ്പറ്റി തന്നെ നിങ്ങൾ ചിന്തിച്ചൊരു 10 സെക്കൻഡ് സമയം ദർ യു ഗെറ്റ് മോർ മെൻ്റൽ ക്ലാരിറ്റി. എടുത്തു ചാടി ഇമ്പൾസീവായി റിയാക്ട് ചെയ്യാതെ സ്റ്റാർട്ട് പ്രാക്ടീസിങ് റെസ്പോണ്ടിങ്, ഹൗ ടു റെസ്പോണ്ട്. അതും ടൈം എടുത്ത് റെസ്പോണ്ട്. യു ഹാവ് ഗോട്ട് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ടൈം വി ഹാവ് ഗോട്ട്. ഫോർ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് വി ഹാവ് ഗോട്ട്. നമ്മൾ സ്ലോ ഡൗൺ ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ ഗീവ് എ 10 സെക്കൻഡ് പോസ് ബിഫോർ എവറി ഡിസിഷൻ. അങ്ങനെ നിങ്ങൾക്ക് മെറ്റാകോഗ്നിഷൻ നിങ്ങളുടെ ക്യാരക്ടറിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. സെക്കൻഡ് മെത്തേഡ് യു ക്യാൻ ഡൂ ഇസ് ദാറ്റ് ജേർണൽ യുവർ സെൽഫ്. ഒരു ദിവസം എൻഡ് ചെയ്ത് വെൻ യു ഗോ ടു ബെഡ് ബിഫോർ ദാറ്റ് ടേക്ക് എ ഡയറി, റൈറ്റ് ഡൗൺ വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻഡ്. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്, ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യുക. റൈറ്റ് ഇറ്റ് ഡൗൺ. ബിക്കോസ് നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് യു ആർ ക്രിയേറ്റിംഗ് എ മെൻറ്റൽ മാപ്പ് ഇൻസൈഡ് യു. ദർ ബൈ മോർ ക്ലാരിറ്റി യു വിൽ അച്ചീവ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മെറ്റാകോഗ്നിഷൻ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. ഇത് വളരെ പ്രൂവൺ ആയിട്ടുള്ള സൈക്കോളജിയിലെ റീസൺ സ്റ്റഡിയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാം. ഇറ്റ് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ്. സോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് യുവർ metacognition skills today itself. I will come up with next video. Thanks for watching.